ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻചേനം. ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ന് നല്ലൊരു റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിക്കും മോർണിംഗിൽ സെൽ ട്രേഡും അത് കഴിഞ്ഞ് നമുക്ക് മാർക്കറ്റ് ബൈയും പോയിട്ടുണ്ട്. അതായത് നല്ലൊരു മേളിലേക്ക്, അതായത് ഒരു 11:35 ഒരു 12 മാർക്കറ്റ് ഹൈക്കിലെത്തി നല്ലൊരു റിട്ടേൺസ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ബൈ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ അപ്രോക്സിമേറ്റ് ഒരു 959 പോയിന്റ്സോളം ബൈ കയറിയിട്ടുമുണ്ട്. അതേപോലെ തന്നെ നിഫ്റ്റിക്കും അത്ര തന്നെ ഒരു 400 പോയിന്റ്സോളം മാർക്കറ്റ് ബൈ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് ഡൗണും മോർണിംഗിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ട്രേഡാണ് കിട്ടിയത്. അപ്പം ഇന്നിപ്പം ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതുവരെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മാർക്കറ്റ് നമുക്ക് ബൈ ട്രെൻഡിലേക്ക് കയറുന്നത്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് മാർക്കറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എൻട്രിയും എക്സിറ്റും റിവേഴ്സിലൊക്കെ കാണിച്ചും തരും. ഇതിനകത്ത് ഇപ്പോൾ സിഗ്നൽ കണ്ടിന്യൂ പോകുന്ന സാഹചര്യത്തിൽ നമുക്കൊരു നെക്സ്റ്റ് എൻട്രി ലെവൽ എവിടെ എടുക്കണം സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തരും. അതിനിപ്പോൾ നടക്കുന്ന ക്രൂഡ് ഓയിൽ ലൈവും കൂടെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. ഇതേപോലെ ലൈവ് പെർഫോമൻസ്, അതായത് സോഫ്റ്റ്വെയറിൻ്റെ ലൈവ് മാർക്കറ്റ് നിങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ വൺ ഡേ ട്രേഡ് നിങ്ങൾക്ക് ആക്ച്വലി നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ എടുക്കാനായിട്ട് ഈസിയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഫേക്ക് അബ്രാൻസ് തിരിച്ചറിയാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനകത്ത് ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. ഇതിനകത്ത് 15 മിനിറ്റ് ഞാൻ വെച്ചിരിക്കുന്നത്. 15 മിനിറ്റാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. പക്ഷേ ഇക്വിറ്റി മാർക്കറ്റിൽ 5 മിനിറ്റ്സ് ആണ്. അതിൽ 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന് ബൈ, പുതിയ സിഗ്നലൊന്നും ഫോം ആയിട്ടില്ല. കഴിഞ്ഞ ദിവസം ബൈ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു പുതിയ സിഗ്നൽ വരുമ്പോൾ വരെ നമുക്കിത് തന്നെ കണ്ടിന്യൂ ആയിരിക്കും. അപ്പം നെക്സ്റ്റ് ഒരു ട്രേഡിങ് ബൈ പോകുമോ ഇല്ലയോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നെക്സ്റ്റ് എവിടെ എടുക്കണം നമുക്ക് സോഫ്റ്റ്വെയർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും സപ്പോർട്ടും ഉപയോഗിച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന ബൈസിക്കിൽ ഇന്ന് കണ്ടിന്യൂ പോകുമ്പോൾ നമുക്ക് മാർക്കറ്റ്, അതായത് രാവിലെ ഓപ്പൺ ആയ റെസിസ്റ്റൻസ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന ഈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ട്രേഡ് എടുക്കാം. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ നമുക്ക് ഈ ക്യാൻഡിൽ നമുക്കൊരു ട്രേഡ് നമുക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ആ സമയത്ത് സോഫ്റ്റ്വെയർ ഇവിടെ തിരിച്ച് കയറുന്ന സമയത്ത് റീ എൻട്രി ലെവൽ എന്ന് റീ എൻട്രി സെഷൻ പോലെ ഇവിടെ കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് സെൽ സിഗ്നലും അതേപോലെ തന്നെ സെല്ല് ഇപ്പോൾ ഒരു സിഗ്നൽ വന്നു പുതുതായിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സെല്ല് വന്നപ്പോൾ താഴെ ഇവിടെ ഗ്രീൻ ആയിരുന്നു, ഇവിടെ റെഡുമായിട്ട് ഇവിടെ നിന്നാണ് അവിടെ നിന്ന് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. അത് നല്ലൊരു ലെങ്ത് ഇവിടെ വന്നിട്ടുണ്ട്. നാട്ടിൽ ചെറിയ സപ്പോർട്ടല്ല, സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. അത് കട്ട് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിക്ക് താഴ്ത്തും പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രേഡായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ബൈ ഹൈക്കിൽ കയറിയതാണ്. പക്ഷേ അന്ന് എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ മാർക്കറ്റ് ബൈ കയറിയിരിക്കുന്നത്. രാവിലെ ചെറുതായിട്ടൊന്ന് കയറിയിട്ട് ഒന്ന് തിരിച്ചിറങ്ങിയിട്ടാണ് പിന്നെയും കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ട്രേഡ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ നിഫ്റ്റിയിലെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ പോയി മാർക്കറ്റ്. കഴിഞ്ഞ ദിവസം സെല്ല് നമുക്ക് ഫുൾ മാർക്കറ്റ് ഡൗൺ തന്നെയായിരുന്നു. ഇന്നും അതേപോലെ ഡൗണിലേക്ക് പോയി. സപ്പോർട്ട് 2 പ്രാവശ്യം അടിച്ച് താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ ഒരു ട്രേഡ് മിസ്സായപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ടിൽ എടുക്കുമായിരുന്നു. ബൈ നല്ല ട്രേഡായിരുന്നു. പക്ഷേ ബൈ ഇവിടുന്ന് കയറിയിട്ട് കൺഫേം ആയിരിക്കും. പക്ഷേ അത് ഇവിടെ സ്കാൽപ്പിങ്ങിൽ ട്രേഡ് പിടിച്ചിട്ടുണ്ട് 1 മിനിറ്റിൽ വെച്ചിട്ട്. അതിനുശേഷം നെക്സ്റ്റ് ട്രേഡ് ഇവിടുന്ന് രണ്ടാമത് പിന്നെയും മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രേഡ് മിസ്സായ നെക്സ്റ്റ് ട്രേഡ് ഇവിടെ എടുക്കുന്ന സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ തന്നെയാണ് ആ ട്രേഡ്. ഇതേപോലെ രാവിലെ ഡൗൺ ഉണ്ടായിരുന്നു, പിന്നെ നെക്സ്റ്റ് ബൈ കയറി 2 പ്രാവശ്യം അടിച്ച് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രേഡ് മിസ്സായവർക്ക് നെക്സ്റ്റ് ട്രേഡ് സോഫ്റ്റ്വെയർ അവിടെ നിന്ന് കറക്റ്റ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈവിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അവൻ്റെ ട്രയൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ കളർ വരുന്ന സൈഡ് വേസ് ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ സിഗ്നൽ നമ്മൾ എടുത്തതിന് ശേഷം മാർക്കറ്റ് പിന്നെ തിരിച്ചിറങ്ങുവാണ്. നമുക്ക് അവിടെ നിന്ന് റിവേഴ്സ് അടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കളർ ചേഞ്ച് കാണിച്ചിട്ട് അപ്പോൾ നമ്മൾ പോർഷൻ എക്സിറ്റ് അടിക്കുക. അവിടെ നിന്ന് തിരിച്ച് രണ്ടാമത് പിന്നെയും കയറുമ്പോൾ റീ എൻട്രി സെഷൻ ഇവിടെ തരികയും ചെയ്യും. അപ്പോൾ ആ പോർഷനിൽ നമുക്ക് രണ്ടാമത് എടുത്തേച്ചാൽ അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കയറുന്ന മൊമെൻറ്റിൽ നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് നമ്മുടെ തരും. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ട്രേഡ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ലൈവിൽ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യാതെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.